സദസ്സിന് നമസ്കാരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് വിലപ്പെട്ട സന്ദേശം. ഒരിക്കലൊരു രാജാവ് തന്റെ പ്രജകളോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും മനോഹരമായ വൈരമോതിരങ്ങളിൽ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ കാലശേഷം പിൻഗാമികൾക്ക് നൽകുവാനായി ഒരു മികച്ച സന്ദേശം മോതിരത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കണം. പോരാട്ടത്തിന്റെ നിരാശയുടെയും സമയത്ത് ഉപകാരപ്പെടുന്നതുമായിരിക്കണം അത്. മോതിരത്തിന്റെ വജ്രത്തിനടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ തക്കവണ്ണം ചെറുതുമായിരിക്കണം അത്. ബുദ്ധിശാലികളും വളരെ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരുമായിരുന്നു ആ രാജസദസ്സിലെ എല്ലാവരും. അവർക്കെല്ലാം വലിയ ലേഖനങ്ങൾ എഴുതാൻ കഴിവുണ്ടായിരുന്നു. എന്നാൽ നിരാശയുടെ സമയത്ത് സഹായമാകുന്ന ഒരു ഹ്രസ്വ സന്ദേശം അവർക്ക് ആർക്കും എഴുതാൻ കഴിഞ്ഞില്ല. എല്ലാവരും ചിന്തിച്ചു നോക്കിയെങ്കിലും ആവശ്യമായത് മാത്രം ലഭിച്ചില്ല. രാജാവിന് വളരെ നിരാശ തോന്നി. അദ്ദേഹം തന്റെ മുറിയിലേക്ക് പോയി. അവിടെ പ്രായം ചെന്ന ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, മറ്റുള്ളവരെ പോലെ ജ്ഞാനിയോ പണ്ഡിതനോ വിദ്യാസമ്പന്നനോ അല്ല ഞാൻ. പക്ഷെ എനിക്കൊരു സന്ദേശത്തെ കുറിച്ച് അറിയാം. ഇതും പറഞ്ഞ ആ പരിചാരകൻ ഒരു കടലാസ് കഷ്ണം എടുത്ത് അതിലൊരു സന്ദേശം എഴുതി രാജാവിന് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതിപ്പോൾ തുറന്ന് വായിക്കരുത്. മറ്റൊരു വഴി മുന്നിലില്ലാത്തപ്പോൾ മാത്രമേ ഇത് തുറന്ന് വായിക്കാവൂ. രാജാവ് അത് സമ്മതിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അയൽ രാജ്യം ആക്രമിക്കാൻ എത്തുകയും രാജാവ് യുദ്ധം തോൽക്കുമെന്ന സ്ഥിതി എത്തുകയും ചെയ്തു. രാജാവ് കുതിരപ്പുറത്തേറി ഒരു കാട്ടിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ശത്രുക്കൾ പിന്നാലെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി. അപ്പോൾ രാജാവ് മോതിരത്തിനകത്തുള്ള സന്ദേശത്തെ കുറിച്ച് ഓർത്തു. അദ്ദേഹം കടലാസ് കഷ്ണം നിവർത്തി വായിച്ചു. ഇതും കടന്നു പോകും. അതായിരുന്നു സന്ദേശം. സന്ദേശം വായിച്ചപ്പോൾ തന്നെ രാജാവിൽ ഒരു വലിയ ശക്തിയും ശാന്തതയും കൈവന്നു. ഒരു ധൈര്യം വളർന്നു വരുന്നതായി തോന്നി. അദ്ദേഹം ധൈര്യപൂർവ്വം ശത്രുക്കളെ നേരിട്ടു, അവരെ തോൽപ്പിച്ചു. ആ സന്ദേശം രാജാവിന് നൽകിയ ആത്മധൈര്യം അത്ര വലുതായിരുന്നു. ആ വാക്കുകൾ മാന്ത്രികമായിരുന്നു. സന്ദേശം എഴുതി കടലാസ് കഷ്ണം മോതിരത്തിനുള്ളിൽ തിരുകി വെച്ച് രാജാവ് തന്റെ രാജ്യത്തേക്ക് മടങ്ങി. രാജാവിന്റെ മടങ്ങിവരവ് രാജ്യത്ത് വലിയ സന്തോഷമുണ്ടാക്കി. ഒപ്പം തന്നെ തന്റെ വിജയത്തെ ഓർത്ത് രാജാവിൽ വലിയ അഹങ്കാരവും തോന്നി. അപ്പോൾ ആ പഴയ പരിചാരകൻ ഒരിക്കൽ കൂടി വന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സന്ദേശം ഒരിക്കൽ കൂടി നോക്കേണ്ട സന്ദർഭമാണിത്. രാജാവ് അത്ഭുതപ്പെട്ടു. നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ നിരാശനോ മറ്റൊരു വഴി മുന്നിലില്ലാത്ത സ്ഥിതിയിലോ അല്ല. പിന്നെന്തിന് ഞാൻ ആ സന്ദേശം ഒരിക്കൽ കൂടി വായിക്കണം? അപ്പോൾ ആ പരിചാരകൻ പറഞ്ഞു, ശ്രദ്ധിക്കൂ രാജാവേ, ഈ സന്ദേശം മോശം സമയത്തും നല്ല സമയത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. രാജാവ് ഒരിക്കൽ കൂടി ആ സന്ദേശം നിവർത്തി വായിച്ചു. ഇതും കടന്നു പോകും. രാജാവിന് മുൻപ് സംഭവിച്ചതുപോലെ ഒരു നിശബ്ദത ഉടലെടുത്തു. രാജാവിന് സന്ദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായി. ഒപ്പം തന്നെ രാജാവിന്റെ അഹങ്കാരം ഇല്ലാതെയായി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? നമുക്ക് മോശം സമയം വന്നാലും നല്ല സമയം വന്നാലും നാം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതും കടന്നു പോകും. നന്ദി, നമസ്കാരം.